അങ്ങനെ കൂട്ടുകാരെ നമ്മൾ ഡിസ്ചാർജ് ആയി, ബില്ല് കിട്ടി, ഡിസ്ചാർജ് ആയി, കുഞ്ഞിപ്പണമൊക്കെ ആയി. എങ്ങനെ ഉണ്ടായിരുന്നു മോളെക്കൂട്ട കുഞ്ഞിപ്പണില്ലാണ്ട് 2 ദിവസം? അയ്യോ നോക്കാൻ പറ്റുന്നില്ല. അങ്ങഞ്ഞവാജി പോവഞ്ചേ, അങ്ങഞ്ഞവാജി പോവഞ്ചേ. അയ്യേ. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിപ്പോൾ 2 ദിവസം ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആയിരുന്നു. ഇന്നിപ്പോൾ ഡോക്ടർ വന്നു. ഇന്ന് 3ാമത്തെ ഡേ 3 ആണ് കൂട്ടുകാരെ. അപ്പോൾ ഇപ്പോൾ ഡോക്ടർ വന്നിട്ട് പിന്നിപ്പോൾ ചെക്ക് ചെയ്തു. നമുക്ക് കഴിഞ്ഞ ദിവസം തൊട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവിടെ പനിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമ്മൾ റിലീസ് ആവാണ് കൂട്ടുകാരെ, ഡിസ്ചാർജ് ആവാണ്. ഇങ്ങനെ കാലത്ത് ഇങ്ങ് വഞ്ഞി ഇങ്ങോട്ട് വന്ന് ഒളിച്ചിരിക്കുകയാണ് കൊച്ച്. പൊട്ടിയിട്ട സങ്കടം വന്നിട്ട് സാധാരണ എപ്പോഴും ഞാനും അല്ലെ പൊന്നും ആയിരിക്കും എടുക്കുക കണ്ണുറങ്ങുമ്പോൾ തന്നെ. അപ്പൊ അല്ല വീട്ടിലുള്ളവർ തന്നെ ആയിരിക്കും എടുക്കുക. പെട്ടെന്ന് കണ്ണുറങ്ങുമ്പോൾ ഹോസ്പിറ്റലിലാകുമ്പോൾ ഡോക്ടർമാരും നേഴ്സുമാരെയൊക്കെ കാണുമ്പോൾ മരുന്ന് കൊടുക്കാനൊക്കെ വരുമ്പോഴേ അപ്പൊ പെട്ടെന്ന് കുഞ്ഞിപ്പെണ്ണ് എണീക്കുമ്പോൾ കാണുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമാവും കുഞ്ഞിപ്പെണ്ണിന്. അങ്ങഞ്ഞവാജി പോവഞ്ചേ, അങ്ങഞ്ഞവാജി പോവഞ്ചേ. അയ്യേ, എവിടെയാ നീ? പിന്നെ അതുപോലെ തന്നെ ഇന്നലാണ് എനിക്കും തീരെ വയ്യായിരുന്നു കേട്ടോ. ഇന്നലെ എനിക്ക് പനിയൊക്കെ കൂടിയിട്ട് ഞാൻ രാത്രി എനിക്ക് നല്ലൊരു മരുന്ന് കേട്ടോ തന്നു രാത്രി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാന് കുഞ്ഞിപ്പെണ്ണ് കാലിട്ട് അറിഞ്ഞൂല, ഞാൻ കൊറേ പിടിച്ച എന്നിട്ട് എണീക്കുന്നില്ല. എനിക്ക് കൈ കെട്ടഴിച്ചിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ചുറ്റുള്ള ഞാൻ അറിഞ്ഞോണ്ടല്ല എന്റെ മുഖത്ത് കടിയിടുമ്പോ ഞാൻ എണീക്കുന്നത് കേട്ടോ. ഇവിടെ അറിഞ്ഞിട്ടില്ല, ഞാൻ ഞുള്ളി പറിച്ചിട്ട് അവൻ അറിഞ്ഞില്ല. അമ്മ അതെ ഞാൻ അങ്ങനെയൊക്കെ കിടന്നുറങ്ങണം. നാക്കൊക്കെ വായി പറഞ്ഞിട്ടല്ലോ. ഒന്നാമത് ജലദോഷം പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ സിട്രസിനും നല്ല ഡോസൊന്നും വരുന്ന തന്നെ. എന്തായാലും നല്ല കുറവുണ്ട്. കഴിച്ചിട്ട് കടന്ന് ഉറങ്ങിക്കെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ എന്തായാലും പപ്പ അമ്മയൊക്കെ വന്നു പോയപ്പോഴേക്കും ഞാൻ നല്ല ഉറക്കത്തിലേക്ക് പോയി. പിന്നെ രാവിലെ എണീച്ചപ്പോഴാണ് ബോധം വന്നേ. അത് രാവിലെ 10 മണിക്ക് ഉറങ്ങാനിട്ട് വിശപ്പാണ്, ദാഹാണ്, എന്താന്ന് പറയുന്നില്ല കേട്ടോ. എന്നിട്ട് ഞാൻ രാവിലെ തന്നെ ഓർഡർ ചെയ്ത് എന്തൊക്കെയോ മേടിച്ചിട്ട് സ്വിച്ച് ഓഫ്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഡിസ്ചാർജ് ആയ കാര്യം നമുക്ക് വീട്ടിൽ വിളിച്ച് പറയണം. അപ്പൊ എല്ലാവരും ഹാപ്പി ആവും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വണ്ടി കിട്ടിയിട്ടുണ്ട്. വണ്ടിയും വർക്ക്ഷോപ്പിൽ ഡിസ്ചാർജ് ആയി കൂട്ടുകാരെ. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വണ്ടി വർക്ക്ഷോപ്പിലായ കുഞ്ഞിപ്പെണ്ണ് വർക്ക്ഷോപ്പിലാവും, അല്ല ഹോസ്പിറ്റലാവും. അങ്ങനെ 2-3 വട്ടം സംഭവിച്ചു കേട്ടോ. വണ്ടി തിരിച്ച് വർക്ക്ഷോപ്പിൽ നിന്ന് തിരിച്ച് വീട്ടിൽ എത്തിയപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ഡിസ്ചാർജ് ആയ കൂട്ടുകാരെ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കര വിഷമമായിട്ട് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ. പിന്നെ ഇവിടെ നമ്മുടെ കുറെ കൂട്ടുകാരെ കണ്ടിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ആരും സന്തോഷക്കുറവ് മാത്രം. എല്ലാവരുടെയും ഹോസ്പിറ്റലിൽ വന്നിട്ട് ചിരിച്ച് സംസാരിക്കും. എല്ലാവരും ഓരോ സിറ്റുവേഷൻ അനുസരിച്ചല്ലേ ഹോസ്പിറ്റലിൽ എത്തുന്നത്. അപ്പൊ അതിന്റെ ഒരു വിഷമൊക്കെ ഉള്ള കൂട്ടുകാരെ എല്ലാവരും ഹെൽത്തി ആയി ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ. ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ബേബിക്ക് പനി മാറാൻ വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും താങ്ക് യു. അമ്മ കെട്ടിപ്പിടിച്ചല്ലോ. ഇപ്പൊ എങ്ങനെയാട്ടോ, ആദ്യമൊക്കെ കുഞ്ഞിപ്പെണ്ണ് കെട്ടിപ്പിടിക്കുകയേ ചെയ്യണ്ടായിരുന്നു. ഇപ്പൊ രാത്രി ഉറങ്ങുമ്പോ പോലും ഞാനിങ്ങനെ അമ്മക്ക് കെട്ടിപ്പിടിക്കണം, ഉള്ളിൽ ഇങ്ങനെ കേറി. എങ്കിലാട്ടോ സമാധാനമുള്ള കുഞ്ഞിപ്പെണ്ണിന്. അതായത് പെട്ടെന്ന് പുറത്തുള്ള ആൾക്കാരെ കണ്ടിട്ട് കുഞ്ഞിപ്പെണ്ണ് പേടിയായി പോയി. ഇഞ്ചക്ഷൻ ഒക്കെ വെക്കുന്നിട്ട് നമുക്ക് വീട്ടിൽ ബെക്കൂനെ കാണണ്ടേ. റൈനിക്കും ബെക്കൂനും കുഞ്ഞുങ്ങളുണ്ടായില്ല. അല്ല പ്രാക്ടിക്കല് റൈനിക്ക് കുഞ്ഞുങ്ങളുണ്ടായല്ലോ. അല്ല അങ്ങനെയല്ല, അപ്പൊ റൈനിക്കും ബെക്കൂനും കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്. ഹാപ്പി ഹാപ്പി മദേഴ്സ് പാരന്റ്ഹുഡ് ഡേ. വീട്ടിൽ പോയിട്ട് കാണിച്ചു കഴിഞ്ഞാട്ടോ പട്ടിക്കുട്ടീനെ. എന്റെ ദൈവമേ. അപ്പൊ വീട്ടിൽ പോയിട്ട് നമുക്ക് പെട്ടെന്ന് പരിപാടികളൊക്കെ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകണം, കാര്യങ്ങളൊക്കെ നോക്കണം. അതുപോലെ തന്നെ വീട്ടിൽ വിളിച്ചിട്ട് കാര്യം പറയണം, വണ്ടിയും കൊണ്ട് വരാൻ പറയണം. പപ്പ അതേപോലെ കുറെ നേരമായിട്ട് പാവം പിടിച്ചോണ്ടിരിക്കുന്നത്. എന്തായി, ഡിസ്ചാർജ് ചെയ്യോ, എന്തായി, കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചോണ്ട് ചൂച്ചിയമ്മ വീട്ടായിരുന്നു കൊണ്ടുണ്ട. കൊച്ചു അപ്പടി ഉറക്കല്ലായിരുന്നോ? കൊച്ചൊന്നും അറിഞ്ഞില്ലല്ലോ. വെച്ചിട്ട് പാടയുവാ. കുഞ്ഞിപ്പെണ്ണിന് കാറ്റോനേറ്റ് അമ്മായിന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വാവും ആരും പൊണ്ണ് വിഷമിച്ച് എന്റെ തോന് ചോദിച്ച് പടയ. അങ്ങനെ
എന്റെ അമ്പോ ഇനിയപ്പോ ക്യാൻഡിലേക്ക് വരണം. ക്യാൻഡി വരണ്ടേ? അത് അത് വരുമ്പോ ഒരു സങ്കടമാണ് കേട്ടോ. ഇന്നെന്തായാലും കരഞ്ഞിട്ടുണ്ടെങ്കിൽ സാരമില്ല. എനിക്ക് കരയുണ്ടല്ലോ കുഞ്ഞ്. എന്റെ ദൈവമേ പാവം. മൂക്ക് മൂക്ക് തട്ടിക്കാൻ മേലെ മൂക്ക് മൂക്ക് കുഞ്ഞി മൂക്ക് കുഞ്ഞി കാവ് കാവ് കാട് കാട് ടാടാ ടാടാ സ്കൈ ബേബി ആൻഡ് ബ്യൂട്ടിഫുൾ. അപ്പൊ കൂട്ടുകാരെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇനി പാക്ക് ചെയ്യണം കേട്ടോ. എല്ലാ സാധനങ്ങളും എടുത്ത് ഇനി പാക്ക് ചെയ്ത് ബാണ്ടക്കെട്ടൊക്കെ ആക്കിട്ട് പോകണം ഇങ്ങനെ. അപ്പൊ വൈകുന്നേരം ആവും ബില്ലൊക്കെ ആയി കഴിഞ്ഞ് ഡിസ്ചാർജ് ആവണമെങ്കിൽ അപ്പത്തേക്ക് 10 വരും കൂടെ കൂട്ടാൻ വേണ്ടിട്ട് വണ്ടിയും കൊണ്ട്. അപ്പൊ നമുക്ക് വണ്ടി കയറി പോവാലോ. ചാക്കി പോവാലോ. അപ്പൊ പൊന്നു കുഞ്ഞിപ്പണ് നല്ല ഉറക്കത്തിലാണ്. രാത്രിയാണെങ്കിൽ കുഞ്ഞിപ്പണ് കരയുമ്പോൾ പൊന്നു ചാടി എണീക്കുമായിരുന്നു. അതുകൊണ്ട് രാത്രി നല്ലോണം ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല 2 ദിവസമായിട്ട്. അപ്പൊ രണ്ടുപേരും നല്ല ഉറക്കത്തിലായിട്ട് ഡിസ്ചാർജ് ആകുമ്പോൾ ആവുമെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ സമാധാനം തോന്നുന്നു. നല്ല ഉറക്കത്തില്ല. കുറേ നേരം ഉറങ്ങാൻ തുടങ്ങിയിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കിടന്നു തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ തുടങ്ങണം. അപ്പയും മമ്മിയും വരും നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടുകാരെ. അങ്ങനെ കൂട്ടുകാരെ നമ്മൾ ഡിസ്ചാർജ് ആയി. ബില്ല് കിട്ടി, ഡിസ്ചാർജ് ആയി, കുഞ്ഞിപ്പണമൊക്കെ ആയി. നമ്മൾ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. തിരിച്ച് റീപാക്കിംഗ് ടു ഹോം ആണ് കൂട്ടുകാരെ. കണ്ടോ എങ്ങനെയുണ്ട് ഇപ്പൊ? എങ്ങനെ ഇരിക്കണം ഇപ്പൊ? എങ്ങനെ ഇരിക്കുന്നേ? നിനക്ക് എന്നിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. നിനക്ക് മര്യാദയ്ക്ക് വെള്ളം കുടിച്ചാൽ പോരായിരുന്നോ വീട്ടിൽ നിന്ന്? ആ ഇവിടെ എത്തി കഴിഞ്ഞപ്പോ അപ്പൊ കയ്യിൽ നിന്ന് ക്യാനിലേക്ക് ഊരിട്ടോ. ഓടുക മടിയിൽ ഇങ്ങനെ പോയിരിക്കുന്ന നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി. അതിനെ ഓടി വന്ന് ഞാൻ ഇരുന്നപ്പോഴേ പോയി നോക്കുവാണേ. ഒന്നും കാണാനില്ലല്ലോ. ഒന്നും കാണാത്തോണ്ട് ചിരിക്കുക, പൊട്ടി ചിരിക്കുക. അപ്പൊ പപ്പയും മമ്മി വരുന്നുണ്ട് കേട്ടോ. പപ്പയും മമ്മി ഇവിടെ വണ്ടി എടുത്ത് വരുന്നുണ്ട്. നമ്മളവിടെ എല്ലാം സെറ്റാക്കി പാക്കാക്കി എല്ലാം സെറ്റാക്കി വെക്കണം. എല്ലാം പക്ക അപ്പം മമ്മി വരുന്നു പോകുന്നു. ലാസ്റ്റ് ഞാൻ ബെഡ്ഷീറ്റ് കൂടെ ആയിട്ടുള്ളൂ. ബെഡ്ഷീറ്റും തലയാണ് നമ്മൾ വീട്ടിൽ നിന്ന് കേട്ടോ. നമ്മുടെ തലയാണേയും ബെഡ്ഷീറ്റൊക്കെ. അപ്പോൾ അതുകൂടെ ഉള്ളൂ ഇനി എടുത്ത് വെക്കാൻ വേണ്ടി. ബാക്കി എല്ലാം എടുത്ത് വെച്ചു കേട്ടോ. നമ്മുടെ 2 ദിവസത്തെ 3ാമത്തെ ദിവസത്തെ ഹോസ്പിറ്റൽ വാസം നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ നേരെ വീട്ടിലേക്കാണ് കൂട്ടുകാരെ. വീട്ടിലേക്കാണ്. മനസ്സിലായെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഇന്ന് നേഴ്സ് വന്നിട്ട് മറ്റേ ക്യാനിലൊക്കെ കരഞ്ഞില്ല. പെണ്ണ് ശരിക്കുമായിരുന്നു കേട്ടോ. കരഞ്ഞില്ല കേട്ടോ. അവർക്ക് മനസ്സിലായി തോന്നുന്നു നമ്മൾ പോവാന്നൊക്കെ മനസ്സിലായി തോന്നുന്നു. പക്ഷെ അങ്ങനെ മനസ്സിലാവാൻ സാധ്യതയൊന്നും ഇല്ലല്ലോ. എന്താണോ എന്തായാലും കരഞ്ഞില്ല കേട്ടോ. ക്യാൻഡിൽ വരാൻ നേരത്ത് എല്ലാം എടുത്തു വെക്കുന്നുണ്ടപ്പോ സന്തോഷം ഉണ്ടാവും. ഇപ്പൊ നമ്മളെപ്പോലെ ഒന്നല്ല. നമുക്കൊക്കെ ഈ പ്രായത്തിലൊന്നും ഒന്നും അറിയില്ലാന്ന് വെച്ചിട്ട് ഇപ്പത്തെ പിള്ളേരെ നമ്മൾ എന്താ പറയാ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യുന്നു. അപ്പൊ കൂട്ടുകാരാണ് മമ്മി വന്നിട്ടുണ്ട് കൂട്ടാൻ വേണ്ടി. മമ്മി ഒപ്പം വന്നിട്ട് കേട്ടോ. അപ്പൊ അപ്പൊ താഴെ വണ്ടി പാർക്കിംഗ് നിൽക്കുകയാണ്. വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല കേട്ടോ. അപ്പൊ വണ്ടി തന്നെ ഞങ്ങൾ പെട്ടെന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് നേരെ ഇറങ്ങാൻ വേണ്ടി പോവാ. അപ്പൊ താഴെ നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട് കേട്ടോ. പൊന്നു കുഞ്ഞിപ്പെണ്ണ് കയറി. മമ്മി കയറിക്കും. അപ്പൊ കൂട്ടുകാരെ നമ്മുടെ നാട് വീട്ടിലേക്ക് പോവാൻ കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് ഇപ്പളാട്ടോ ഉഷാറായേ. എന്റെ അമ്പോ എവിടെയായിരുന്നു? ആ നല്ല മഴയാട്ടോ പുറത്ത്. കണ്ടോ നല്ല കിട്ടില്ല മഴയായിട്ടുണ്ട്. സെറ്റ്. അപ്പൊ എന്റെ സ്ക്രീൻ കാർഡ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്ക്രീൻ കാർഡ് മാറ്റാൻ വേണ്ടിട്ട് മൈജി വന്ന കേട്ടോ. സ്ക്രീൻ കാർഡൊക്കെ മാറ്റിയിട്ട് നമ്മൾ തിരിച്ചു പോവാ. നമ്മള് വീട്ടിൽ പോവാട്ടോ. അതങ്ങനെയാ സ്റ്റൈല്. അത് ഊരിട്ടോപ്പേ ചൂടുണ്ടാവും. അവക്ക് വയർത്തു. കൂടെ പോയോ? തിരക്ക് മാറിയോ? പപ്പ ഇന്നലെ വന്നിട്ട് കൂട്ടാണ്ട് പോയിട്ടില്ലേ പൊന്നു പിണങ്ങിയേ. അപ്പൊ മമ്മി ഇരിക്കാണ് കേട്ടോ കൂട്ടുകാരെ. എന്റെ ദൈവമേ വയ്യ. പൊരിഞ്ഞ മഴ കേട്ടോ. എന്റെ മോനെ ചുവന്നിക്കുഞ്ഞ് പാട്ട് പാടാണല്ലോ. പപ്പേന്റെ അടുത്ത് പോയപ്പോഴത്തേക്കും പെണ്ണ് ഓക്കെ കേട്ടോ. ചിരിയായി, പാട്ടായി. നല്ല മഴയാട്ടോ പുറത്ത്. കോടമഞ്ഞിനായിട്ടുണ്ട് കേട്ടോ. നല്ല പൊക്കോട്ടോ. ഞാൻ ഭയങ്കര പെരുമഴയായതുകൊണ്ടേ
അങ്ങനെ നമ്മൾ നമ്മുടെ വീടെത്താനായിട്ടോ കൂട്ടുകാരെ. കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കാട്ടോ. മേലേക്ക് കയറുമോ സംശയമുണ്ട് എന്നൊക്കെ നല്ല മഴ ആയത് കാരണം നമ്മുടെ വഴി തെന്നി കിടക്കുന്നുണ്ടാവും. JCB ഒക്കെ ഉണ്ടല്ലോ. നാളെ പണിയുള്ളതല്ലേ. അടച്ചിട്ടില്ലല്ലോ മമ്മി. കോഴി പോകുന്ന വെച്ച് കയറിയിട്ടില്ല, നോക്കിയായിരുന്നു. കോഴി കയറണ്ടേ? കോഴിക്കൊക്കെ പെട്ടെന്ന് കയറണ്ടേ? നോക്കിയിട്ട് എന്താ പറയുന്നത്? കണ്ടില്ലല്ലോ. കൂട്ടിലാക്കിട്ട് വന്നേ. കൂട്ടിലല്ലോ. നമ്മൾ വീട്ടിലെത്തി. ഒന്നും കാണുന്നില്ലല്ലോ. എവിടെയും കാണും, പുറകിലായിരിക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിട്ടോ. അയ്യോ സാമ്പാനും കാണാനില്ലല്ലോ. ഞാൻ നിന്നെ തപ്പിപ്പോയതല്ലേ അല്ലേ? സുന്ദര കില്ലാടിയല്ലേ നമ്മുടെ വണ്ടി. കൺഗ്രാജുലേഷൻ ബെക്കു. ദൈവമേ 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 ഒന്നുമില്ലാരി. അങ്ങനെ ഓടുകാർ നമ്മളവിടെ വീട്ടിൽ എത്തിയിട്ടോ. കുഞ്ഞിപ്പെണ്ണ് നാളെ ഒരു ഉറക്കം കഴിഞ്ഞ് എണീച്ചപ്പോഴേക്കും ഉള്ളി ചിരി നമ്മുടെ റൂമിലാട്ടോ ഇപ്പൊ കേട്ടോ. സന്തോഷായി പോയി പെണ്ണിന്. ഞമ്മല് അയ്യോ ഈ പെണ്ണ് വിചാരിക്കുന്നത് പെണ്ണെന്തായാലും സ്വപ്നം കണ്ടു കഴിഞ്ഞിട്ട് എണീക്കുന്നതായിരിക്കും വിചാരിക്കുന്നത് കേട്ടോ. കാരണം തിരിച്ചു വരുന്ന വഴി കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കത്തിലായിരുന്നു. ഉറക്കത്തിൽ നിന്നാണ് ഇപ്പൊ ഉറക്കം എണീച്ചപ്പോ നമ്മുടെ റൂമിലാണ് കേട്ടോ കുഞ്ഞിപ്പെണ്ണ്. പൊന്നെ മെല്ലെ മെല്ലെ വാ. ഓ ഒരു ഉമ്മ തന്നല്ലേ, ഞാനല്ല എത്തുന്നവരെ നോക്കിയേ. ഉമ്മ കൊടുക്കുവാണ് അമ്മയ്ക്ക്. അപ്പയ്ക്ക് ഉമ്മ ഉണ്ടോ? ഉമ്മ അഞ്ഞി ഉമ്മ അഞ്ഞി. അയ്യോ കുഞ്ഞിപ്പെണ്ണ് സന്തോഷായിട്ടോ. എത്ര നാള് ഹോസ്പിറ്റലിൽ കടന്നിട്ടെ പെണ്ണിന് അങ്ങ് ഇത്ര നാളെ 2 ദിവസം കടന്നുള്ളൂ. 2 ദിവസം ഹോസ്പിറ്റലിൽ കടന്നപ്പോഴേക്ക് പെണ്ണിന് അങ്ങ് മൊത്തത്തിൽ മൂഡൗട്ടായി പോയായിരുന്നു കേട്ടോ. ഇപ്പൊ എന്തായാലും സെറ്റ് ആയിട്ടുണ്ട് പെണ്ണ്. പെണ്ണെന്ന് ഇറക്കി വിട്ട് നമുക്ക് നോക്കാം. ഓടിക്കാൻ നടക്കുമ്പോൾ നോക്കാം. ഇതൊരു സാധനം വാങ്ങിയിട്ട് മറ്റേ റിവ്യൂ ചെയ്യുന്ന പോലെയാണല്ലോ കുഞ്ഞാ. ഒരു സാധനം വാങ്ങിയിട്ട് റിവ്യൂ ചെയ്യുന്ന പോലെ ഞാൻ പറഞ്ഞത്. കുഞ്ഞിപ്പെണ്ണെ ഇറക്കി വിട്ടിട്ട് ഓടിച്ചായിട്ട് നമുക്ക് നോക്കാന്ന്. മോളിക്കുട്ടനാണ് ചുമയാണ് കേട്ടോ. ആ എങ്ങനെയുണ്ടായിരുന്നു മോളിക്കുട്ട കുഞ്ഞിപ്പെണ്ണില്ലാണ്ട് 2 ദിവസം? അയ്യോ നോക്കാൻ പറ്റുന്നില്ല എന്റെ കുഞ്ഞ. മാറി നിൽക്കാനൊന്നും പറ്റില്ല. ജീവമേണ്ടിരിക്കാനൊന്നും പറ്റില്ല. ഒരു കുഞ്ഞിപ്പൊ കീറ്റി അഞ്ഞി നോക്കട്ടെ നമുക്ക്. അങ്ങനെ അങ്ങനെ എന്റെ പൊഞ്ഞ് അപ്പഴും അവന്റെ കൊച്ച. അയ്യോ എന്റെ പൊന്നിന് അവരെല്ലാം ഇഞ്ചക്ഷനൊക്കെ ഇട്ടു. അവന്റെ പുള്ളിച്ച് വേദനയായോടി മൊത്തം. എന്നിട്ടാണ് അമ്മ ഇന്നലെ വന്നപ്പോ ഒക്കെ പേടിയായി പോയോ അമ്മ ഇഞ്ചക്ഷൻ ഇട്ടുണ്ടോ. പനി പിടിച്ചു കൊച്ചു മമ്മീന്റെ അടുത്ത് വരാണ്ട് ഇന്നേ. ഇന്നലെ മമ്മി ഒപ്പം വന്നപ്പം കുഞ്ഞിപ്പെണ്ണ് മമ്മീന്റെ അടുത്ത് പോയില്ല കേട്ടോ. കരച്ചിലായിരുന്നേ. മമ്മിക്ക് വിഷമായിട്ടോ അത്. തെന്നുണ്ട് എങ്ങനെയുണ്ട് മോളിക്കുട്ട? തെന്നുണ്ട് എങ്ങനെയുണ്ട്?
കാലിന് എന്താ നല്ല വേദന. നല്ല അപ്പം ചുട്ടുപോലെ ആയിട്ടുണ്ട്. നീര് വെച്ചോ? ആ വിരല് കുത്തിയിട്ടുണ്ട്. എന്റെ ഈ പൊന്നെ. 2 വിരലും വടിഞ്ഞു പോയി. ഈ 2 വിരലും ഇങ്ങനെ ഇത് രണ്ടും മടഞ്ഞു പോയി. മടങ്ങി പോയോ? മുട്ടിങ്ങനെയായി പോയി. കാലിങ്ങനെ ഒരഞ്ഞ്. അതുകൊണ്ടല്ലോ നമ്മുടെ മാവിന്ന് ഒരാൾ ചോദിക്കാണ്ട് മാങ്ങ പറിക്കാൻ വേണ്ടി വന്നേ. അപ്പൊ അവര് ഓടിക്കാൻ വേണ്ടി മമ്മി അവിടെ നിന്ന് മഴയത്ത് ഓടി വന്നു. അപ്പൊ കേട്ടു കൊറേ പേര്. അപ്പൊ ഞാൻ ആരാന്ന് അറിയില്ലല്ലോ. ഇവിടെ ഒക്കെ കുറ്റിയിട്ട് ഉച്ചക്ക് പോലെ. അപ്പൊ ആരാന്ന് നോക്കാൻ വേണ്ടി പോയതാ. ഓടിപ്പോയി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്നില് മാങ്ങ ഉണ്ടേലും ഒരാള് പോലും ചോദിക്കില്ല കേട്ടോ. പൊരിഞ്ഞ കല്ലേറും കമ്പാണോ കല്ലാണോ കിട്ടുന്നത് അതൊക്കെ അടിയാ. തിന്നാനുള്ളതല്ലേ. ആരാ വർത്തമാനം പറയണേന്ന് ഓർത്തിട്ട് വന്ന് നോക്കിയത്. എന്റെപ്പാ പിന്നെ വെക്കു ഉള്ളത് കാരണേ വെക്കുവിന് ഒരു ഒറ്റ ബുദ്ധി കാരണം ഇപ്പഴേ പോയി കടിക്കാന്ന് അറിയാൻ കാരണം മമ്മി ഓടിയത്. കൈ വാ. എവിടെ പോവാ എന്റെ അവര് പോയി ഒറ്റയ്ക്ക് കേക്കനെ. എന്തോ ആലോചിച്ച് വന്നേരും. എന്റെ ദൈവമേ. ഓ ഇപ്പൊ വീണേനെ. എന്റെ പൊന്നെ. തന്നെ ആവുമ്പോഴേ തന്നെ ആവുമ്പോ ശ്രദ്ധിച്ചോ. അപ്പൊ കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ഹോസ്പിറ്റലിൽ നിന്ന് റിക്കവർ ആയി. നമ്മുടെ പനിയൊക്കെ കഴിഞ്ഞ് ഇവിടെ സെറ്റ് ആയിട്ട് വന്ന് എടുത്തിന്റെ കരയുന്ന കേട്ടോ. അപ്പൊ എന്തായാലും കുഞ്ഞിപ്പെണ്ണ് തിരിച്ചെത്തി സൂപ്പർ ആയിട്ട്. അപ്പൊ അത്തോട് കൂടെ വീഡിയോ മറ്റു വീഡിയോ നാളെ കാണാം. ടാറ്റ പറ.